തോമസ് എബ്രഹാം എപ്പിസ്കോപ്പയുടെ നിര്യാണ സമയത്തും അടക്കത്തിൻ്റെ സമയത്തും ഞാൻ നാട്ടിലില്ലായിരുന്നതുകൊണ്ട് ഇവിടെ വന്ന് ആ ശുശ്രൂഷയിൽ സംബന്ധിക്കുവാനായിട്ട് സാധിച്ചില്ല. അതുകൊണ്ടാണ് ഇന്ന് പ്രത്യേകമായി ഇവിടേക്ക് വരാനായിട്ട് ഇടയായത്. ബഹുമാനപ്പെട്ട തോമസ് അച്ഛനെ ഞാൻ പഴയ സെമിനാരി മാനേജരായിട്ട് അദ്ദേഹത്തെ അറിയാം. അതിനു മുമ്പേ അധ്യാപകനായിട്ടും ഹെഡ് മാസ്റ്ററായിട്ടുമൊക്കെ അദ്ദേഹം സേവനം അനുഷ്ഠിക്കുന്ന സന്ദർഭത്തിലൊക്കെ അറിയാവുന്ന ഒരു ബഹുമാനപ്പെട്ട വൈദികനാണ് ബഹുമാനപ്പെട്ട അച്ഛൻ. ഞാൻ സഭയുടെ വൈദിക ട്രസ്റ്റിയായിട്ട് ചുമതലയേൽക്കുന്നതായ സമയത്താണ് അദ്ദേഹം പഴയ സെമിനാരിയുടെ മാനേജരായിട്ടുള്ള ചുമതലകൾ നിർവഹിച്ചുകൊണ്ടിരുന്നത്. ആ സന്ദർഭത്തിൽ നമുക്കൊക്കെ അറിയാവുന്ന പോലെ ഈ പഴയ സെമിനാരി കെട്ടിടം 1815 കാലഘട്ടത്തിൽ നിർമ്മിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിന് കേടുപാടുകൾ വന്നിട്ടുണ്ട്. അതിൻ്റെ മേൽക്കൂരയ്ക്കും ഓടുകൾക്കും ഒക്കെ കേടുപാടുകൾ വന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ പരിശുദ്ധ പാത്രീർഗീസ് ബാവായും പരിശുദ്ധ ഒട്ടശ്ശേരി തിരുമേനിയും ഗീവർഗീസ് ബാവായും ഒക്കെ താമസിച്ചതായ മുറികളുണ്ട്. ആ മുറികൾക്കും കേടുപാടുകൾ ഒക്കെ സംഭവിച്ചിരുന്നു പഴക്കം കൊണ്ട്. അതിൻ്റെ ഒക്കെ കേടുപാടുകൾ പരിഹരിച്ചതൊന്ന് പുതുക്കുവാനായിട്ട് നവീകരിക്കുവാനായിട്ടൊരു പദ്ധതി ഇട്ടപ്പോൾ അതിൻ്റെ പ്രധാന ആളായിട്ട് ചുമതലക്കാരനായിരുന്നു കൊണ്ട് അത് നിർവഹിച്ചത് ബഹുമാനപ്പെട്ട അച്ഛനായിരുന്നു എന്ന് നന്ദിയോടെ കൃതജ്ഞതയോടെ ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ്. ഞാൻ ഓർക്കുന്നത് പഴയ സെമിനാരിയുടെ കോമ്പൗണ്ടിലൊക്കെ തേക്ക് തടിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വെട്ടിയെടുക്കുവാനും അത് ഉരുപ്പടിയാക്കി തീർക്കുവാനും അതോടൊപ്പം തന്നെ അവിടെ വേറെ തേക്ക് തൈകൾ വെച്ചു പിടിപ്പിക്കാനും ഒക്കെ അച്ഛൻ നേതൃത്വം നൽകി. അതിൻ്റെയൊക്കെ കണക്കുകൾ വളരെ ഭംഗിയായിട്ട് അദ്ദേഹം ഒരു 200 പേജിൻ്റെ ഒരു നോട്ട് ബുക്ക് വാങ്ങിച്ചിട്ട് മീറ്റിങ്ങുകൾ കൂടുമ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്. ആ മീറ്റിങ്ങിൽ കൊണ്ടുവന്ന് ഈ കണക്കുകളെല്ലാം എഴുതി വളരെ വ്യക്തമായിട്ട് എഴുതി അത് പരിശുദ്ധ ബാവാ തിരുമേനിയും അതിന് ചുമതലപ്പെട്ട കമ്മിറ്റിയും ഒക്കെ അറിയിക്കുകയും അതനുസരിച്ചെല്ലാം വളരെ കൃത്യതയോടുകൂടി അദ്ദേഹത്തിൻ്റെ പ്രായം ഉണ്ടായിരുന്ന ഈ സമയത്താണെങ്കിൽ പോലും അദ്ദേഹം അത് ഭംഗിയായിട്ട് നിർവഹിച്ചു. എല്ലാ കാര്യങ്ങളും സഭയുടെ ഏൽപ്പിക്കുന്നതായ എല്ലാ ചുമതലകളും ഭംഗിയായി നിർവഹിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. നമുക്ക് പ്രതീക്ഷിക്കാത്ത ഒരു സമയത്തായിരുന്നു അദ്ദേഹം ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയത്. ദൈവം തന്റെ ദാസന് ആശ്വാസം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥനയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ നമുക്കും സാധിക്കണം. നല്ല അധ്യാപകനായി, നല്ല സംഘാടകനായി, വളരെ ശാന്തമായ രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ബഹുമാനപ്പെട്ട തോമസ് എബ്രഹാം അച്ഛൻ്റെ ആത്മാവിന് നിത്യശാന്തി തേരുകയും അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയിൽ അഭയപ്പെടുകയും അദ്ദേഹത്തിന് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കർത്താവ് വാത്സല്യമുള്ളവർ, ഇന്ന് വിശുദ്ധ ഏവങ്കേലിയോനിൽ നാം വായിച്ചു കേട്ട വിശുദ്ധ വേദഭാഗം കന്യകമറിയാമിൻ്റെ വാങ്ങിപ്പ് പെരുന്നാൾ കഴിഞ്ഞിട്ട് വരുന്ന ആദ്യത്തെ ഞായറാഴ്ച വായിക്കുവാനായിട്ട് പിതാക്കന്മാർ ക്രമീകരിച്ചിരിക്കുന്ന വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 35 മുതൽ 45 വരെയുള്ളതായ വാക്യങ്ങളാണ്. അവിടെ പറയുന്ന പ്രധാനപ്പെട്ട സംഗതി നമുക്കറിയാം. സബ്ദിപുത്രന്മാരായ യാക്കോബും യോഹന്നാനും കർത്താവിൻ്റെ അടുക്കൽ വന്നിട്ട് അവരുടെ അമ്മയെയും കൂട്ടി അവൻ കർത്താവിൻ്റെ അടുക്കൽ വന്നിട്ട് എന്നിട്ട് കർത്താവിനോട് പറയുകയാണ്, നിന്റെ രാജ്യത്തിൽ നീ വരുമ്പോൾ ഞങ്ങളിൽ ഒരുവൻ നിന്റെ വലത്തുഭാഗത്തും ഒരുവൻ നിന്റെ ഇടത്തുഭാഗത്തും ഇരിക്കാനുള്ള അധികാരം നൽകണം എന്ന് കർത്താവിനോട് ആവശ്യപ്പെടുക. കർത്താവ് എന്ന് പറയുന്നത് തരത്തിലൊന്നും പറയുന്നില്ല. അതുപോലെ തന്നെ കർത്താവിനോട് ചോദിക്കുക, ഞാൻ കേൾക്കുന്ന മാമോദീസ നിങ്ങൾ കേൾക്കുവാനും ഞാൻ കുടിക്കുന്ന പാനപാത്രം നിങ്ങൾക്ക് കുടിക്കുവാനും സാധിക്കുമോ? അത് വളരെ കർശനമായൊരു ചോദ്യം അവരോട് ചോദിക്കുന്നത്. ഞാൻ കേൾക്കുന്ന മാമോദീസ നിങ്ങൾ കേൾക്കുവാനും ഞാൻ കുടിക്കുന്ന പാനപാത്രത്തിൽ നിങ്ങൾക്ക് കുടിക്കുവാനും സാധിക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ വളരെ ബോൾഡായിട്ട് അവർ തന്നെ ശക്തമായിട്ട് പറയുക, ഞങ്ങൾക്ക് സാധിക്കും. അപ്പോൾ കർത്താവ് പറയുക, എന്നാൽ എൻ്റെ ഇടത്തും വലത്തും ഇരിക്കുവാനുള്ള അവകാശം നിങ്ങൾക്ക് തരുന്നത് സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ്. അതവൻ ആർക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്നോ അവർക്ക് നൽകപ്പെടും. എന്നിട്ട് കർത്താവിനോട് പറയുക, ഞാൻ ശുശ്രൂഷകനായിട്ടാണ് നിങ്ങളുടെ അടുക്കൽ വന്നത്. മനുഷ്യപുത്രൻ ശുശ്രൂഷിക്കപ്പെടുവാനല്ല, ശുശ്രൂഷിക്കുവാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി നൽകുവാനുമായിട്ടാണ് വന്നിരിക്കുന്നത്.
കർത്താവ് തൻ്റെ 12 ശിഷ്യന്മാരെ പ്രത്യേകമായി തെരഞ്ഞെടുക്കുന്നു. ആ തെരഞ്ഞെടുക്കുന്ന അവസരത്തിൽ വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലും വിശുദ്ധ ലൂക്കോസ് എവങ്കേലിസ്റ്റായി മർക്കോസ് എവങ്കേലിസ്റ്റായും ഒക്കെ അതിനെക്കുറിച്ച് പറയുന്ന അവസരത്തിൽ പറയുന്നുണ്ട്. തന്നോടുകൂടി ഇരിപ്പാനും സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ സുഖപ്പെടുത്തുവാനും കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുവാനും മരിച്ചവരെ എഴുന്നേൽപ്പിക്കുവാനും ഇങ്ങനെ കുറേ കാര്യങ്ങൾ, കുറേ ചുമതലകൾ അവർക്ക് നൽകിയിട്ടുണ്ട്. അവിടെയൊന്നും സ്വർഗരാജ്യത്തിൻ്റെ അനുഭവത്തെക്കുറിച്ച് പറയുന്നില്ല. ഒന്നാമത്. രണ്ടാമത്, അവൻ്റെ കൂടെ മരിക്കുവാൻ വേണ്ടി അല്ല അവരെ തിരഞ്ഞെടുത്തത്, അതും അവിടെ പറയുന്നില്ല. അവരെ തിരഞ്ഞെടുത്തിരിക്കുന്നത് അവൻ പ്രത്യേകമായൊരു ദൗത്യം ഏൽപ്പിച്ചിരിക്കുന്നു. നമ്മെ ഓരോരുത്തരെയും തിരഞ്ഞെടുത്തിട്ടുണ്ട്. ആ തിരഞ്ഞെടുത്തിരിക്കുന്ന ആളുകൾക്കൊക്കെ ഓരോ ദൗത്യങ്ങൾ കർത്താവ് ഏൽപ്പിച്ചിട്ടുണ്ട്. അധ്യാപകനായിട്ട്, ഉദ്യോഗസ്ഥനായിട്ട്, പിതാവായിട്ട്, മാതാവായിട്ട്, സഹോദരങ്ങളായിട്ട്, ഏതെല്ലാം രീതിയിൽ എന്തെല്ലാം ചുമതലകൾ, എന്തെല്ലാം ഉത്തരവാദിത്തങ്ങൾ, എന്തെല്ലാം ബന്ധങ്ങൾ മനുഷ്യന് ദൈവം തന്നിട്ടുണ്ട്. എല്ലാം ദൈവം തരുന്നതാണ്. പുരോഹിതനായിട്ട് തിരഞ്ഞെടുത്തു, ശമാശനായിട്ട് തിരഞ്ഞെടുത്തു, ശുശ്രൂഷക്കാരനായിട്ട് തിരഞ്ഞെടുത്തു. ഓരോരുത്തർക്കും ഓരോരുത്തരായ ചുമതലകൾ നൽകിയിട്ടുണ്ട്. കർത്താവ് ശിഷ്യന്മാരെ വിളിക്കുന്നവരെ അവർക്കും പ്രത്യേക അധികാരം കൊടുക്കുക, പ്രത്യേക സ്ഥാനങ്ങൾ കൊടുക്കുക, പ്രത്യേകമായി അവരുടെ ദൗത്യം അവരെ അറിയിക്കുക. എന്നിട്ട് ഒരവസരത്തിൽ കർത്താവ് പറയുന്നുണ്ട്, ഞാൻ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ 12 പേരും സിംഹാസനങ്ങളിൽ ഇരുന്ന് ഇസ്രായേൽ ഗോത്രം 12-നെയും ന്യായം വിധിക്കും. അപ്പോൾ ഈ ശിഷ്യന്മാരെ സ്വർഗരാജ്യത്തിൽ ചെല്ലും, സിംഹാസനത്തിൽ ഇരിക്കുകയും ചെയ്യും. പക്ഷെ അവരുടെ അന്നേരത്തെ ആഗ്രഹത്താ ഇടത്തും വലത്തിയിരിക്കണം. അതല്ല, ദൈവത്തമ്പുരാൻ ഏൽപ്പിച്ചിട്ടുള്ള ചുമതലയുണ്ട്. ആ ചുമതലകൾ ഭംഗിയായി നിർവഹിക്കുക. അതിനുവേണ്ടിയാണ് ഈ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തത്. അവിടെ കർത്താവ് പറയുന്നുണ്ട്, ഞാൻ ഏൽക്കുന്ന മാമോദീസ നിങ്ങൾ കേൾക്കുകയും ഞാൻ കുടിക്കുന്ന പാനപാത്രം നിങ്ങൾക്ക് കുടിക്കുകയും ചെയ്യുവാനായിട്ട് സാധിക്കുമോ? കഴിയുമെങ്കിൽ ഈ കാസ എന്നിൽ നിന്ന് നീക്കിക്കളയണമേ എന്ന് കർത്താവ് പ്രാർത്ഥിക്കുക. എന്താ കാസ എന്ന് പറയുന്നത്? കർത്താവിൻ്റെ കഷ്ടാനുഭവവും മരണവുമാണ്. ആ മാമോദീസായും ആ പാനപാത്രവുമാണ് കുടിക്കുവാൻ ശിഷ്യന്മാരോട് ആവശ്യപ്പെടുന്നത്. അവരത് ചെയ്യാമെന്ന് പറയുകയും ചെയ്യുന്നു. പിന്നീട് നാം നോക്കുമ്പോൾ ശിഷ്യന്മാരുടെ ചരിത്രത്തിൽ അവരൊക്കെ ആ മാർഗങ്ങളിലൂടെ കടന്നുപോയവരാണ്. കഷ്ടത അനുഭവിക്കുകയും മരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. മിശിഹാ തമ്പുരാൻ ഏൽപ്പിച്ചിരിക്കുന്ന ചുമതലകളെ ഭംഗിയായി നിർവഹിക്കുവാൻ നമുക്ക് സാധിക്കണം. ദൈവം തമ്പുരാൻ കാണിച്ചു തന്ന പാതയിലൂടെ യാത്ര ചെയ്യുവാൻ നമുക്ക് സാധിക്കണം. സ്ഥാനമാന ബഹുമാനങ്ങളെക്കാൾ ഉപരി എല്ലാവരുടെയും ശുശ്രൂഷക്കാരനാകുവാൻ മിശിഹാ തമ്പുരാൻ വന്നു. ആ ചുമതല ശിഷ്യന്മാർക്ക് നൽകുന്നു. അവർ ദൈവരാജ്യത്തിൻ്റെ അവകാശികളായി തീർന്ന് ദൈവസന്നിധിയിലേക്ക് മാറ്റപ്പെടുന്നു. ഈ ലോകത്തിലെ സഭയിൽ നിന്ന് അവരുടെ ഓർമ്മ വാഴ്വിനാകണം. അവരുടെ പ്രാർത്ഥന നമുക്ക് അനുഗ്രഹത്തിനാകണം. അവരുടെ പാത പിന്തുടർന്ന് പോകുവാൻ നമുക്ക് സാധിക്കണം. ദൈവത്തമ്പുരാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനെൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഔചാരികമായിട്ട് ഈ ദേവാലയത്തിൽ വരാൻ സാധിച്ചതിലും ഇന്ന് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുവാൻ സാധിച്ചതിലും അത്യധികമായ സന്തോഷമുണ്ട്. അച്ചടക്കത്തോടുകൂടി വിശുദ്ധ കുർബാന നടത്തി എല്ലാവരും വന്ന് വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുകയും കുർബാന അനുഭവിക്കുകയും മനോഹരമായ ഗായക സംഘ ഗാനം ആലപിക്കുകയും ഓർഗൻ ഭംഗിയായിട്ട് വായിക്കുകയും ഒക്കെ ചെയ്തു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട അച്ഛനോടും പ്രത്യേകമായ നന്ദിയും എല്ലാ ആശംസകളും നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.